സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ മുഹമ്മദ് ഷാനുവിന് വീണ്ടും വധഭീഷണി. ഷാനു തങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണെങ്കിലും എവിടെയാണെങ്കിലും വകവരുത്തുമെന്നാണ് കള്ളക്കടത്ത് സംഘത്തിന്റെ ഭീഷണി. ഷാനുവിന്റെ ഗൾഫിൽ കഴിയുന്ന പിതാവിനും കള്ളക്കടത്ത് സംഘത്തിന്റെ ഭീഷണിയെത്തി. അതേസമയം കേസിന്റെ അന്വേഷണ മേൽനോട്ടം സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സൻ ഏറ്റെടുത്തു. ഈ ഭൂമിലോകത്ത് എവിടെ ഉണ്ടെങ്കിലും എനിക്കുള്ള പണി തന്നില്ലെങ്കിൽ, എനിക്കുള്ള പണി റഹീം തന്നില്ലെങ്കിൽ റഹീമിന്റെ പേരിഞ്ഞ് മാറ്റിട്ടു. മുഹമ്മദ് ഷാനുവിന് നേരെ ആക്രമണം നടക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് കേസിലെ പ്രധാന പ്രതി കുടുക്കിൽ റഹീമിന്റെ ഈ ഭീഷണി സന്ദേശം എത്തിയത്. പറഞ്ഞ പോലെ തന്നെ ആക്രമണം നടന്നു. നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്നാണ് വെള്ളയിൽ ബീച്ചിലെ ആക്രമണത്തിൽ നിന്ന് ഷാനുവിന് ജീവൻ തിരിച്ചു കിട്ടിയത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഷാനുവിന് വീണ്ടും ഭീഷണി സന്ദേശമെത്തി. ഇന്നലെ രാത്രി കയ്യിൽ മിസ്സായിപ്പോയി, ഇന്നലെ കയ്യിൽ മിസ്സായിപ്പോയത്. അല്ലോം കിട്ടിയെടുത്തും ജസ്റ്റ് ഓനെ ഞങ്ങൾ പൂട്ടിക്കും. ഇങ്ങനെ നോക്കിയോ. ഷാനുവിന്റെ ഗൾഫിൽ കഴിയുന്ന പിതാവ് അബ്ദുൽ സലീമിനും ഭീഷണിപ്പെടുത്തി ഫോൺ കോൾ എത്തി. കേസിലെ പ്രതി നാദിർ ഷായാണ് തന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന് സലീം പറഞ്ഞു. പറയുന്നത് നിന്റെ മോന്റെ കയ്യും കാലും ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നിന്നെയും നിന്റെ കുടുംബത്തിനെയും ജീവനോളം ഞങ്ങൾ വെച്ചക്കൂടെ എല്ലാരെയും കൊല്ലും. ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ട്. ഞങ്ങൾ പൈസ ചെലവാക്കിയാൽ നിനക്ക് ഞങ്ങളൊരു രോമത്തിൽ പോലും തൊടാൻ കഴിയൂല. നിന്നെ കൊണ്ട് കഴിയുന്നത് നീ ചെയ്യണം. ഈ നാട്ടിൽ വാ, നാട്ടിൽ വരുന്ന നിന്നെ ഞങ്ങൾ ശരിയാക്കും. അതേസമയം ഷാനുവിനെ ആക്രമിച്ച കേസിലെ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. കേസന്വേഷണത്തിന്റെ മേൽനോട്ടം സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സൻ ഏറ്റെടുത്തു. റിപ്പോർട്ടർ, കോഴിക്കോട്.